ചന്ദ്രമതിയുടെ വീടിന്റെ പ്രമാണം തിരിച്ചെടുക്കാനായി ശ്രുതി വീട്ടിൽ ആരോടും പറയാതെ തന്റെ പാർലറ് മറ്റൊരു സ്ത്രീക്ക് വിൽക്കുന്നുണ്ട്. ശേഷം അവിടുത്തെ ജോലിക്കാരിയായി കഴിയുകയാണ് ശ്രുതി. അങ്ങനെ പോകുമ്പോ ഒരു ദിവസം ശ്രുതി അവിടേക്ക് എത്തിയപ്പോ പാർലറിന്റെ പേര് മാറിയത് കാണാൻ ഇടയാവുന്നുണ്ട്. എന്താ ശ്രുതി, ഇത് അമ്മയുടെ പേരിലല്ലേ പാർലർ ഉണ്ടായിരുന്നത്? ഇപ്പൊ വേറൊരു പേരാണല്ലോ ഇതിനിട്ടിരിക്കുന്നത്. അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ പാർലറുമായി മറ്റൊരു പാർലർ മെർജ് ചെയ്തതാ. അങ്ങനെ ശ്രുതി കള്ളം പറഞ്ഞ് ശ്രുതിയെ വിശ്വസിപ്പിക്കുന്നുണ്ട്. സച്ചിയുടെ കടം വീട്ടാൻ വേണ്ടി സച്ചിയും തന്റെ കാറ് വിൽക്കുകയാണ്. പകരം ഓട്ടോ ഓടിച്ച് ജീവിക്കുവാണ് സച്ചി. അത് കണ്ട് സഹതാപം തോന്നിയ രേവതി സച്ചിയുടെ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവന്ന് നല്ലൊരു കാറ് തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇക്കാര്യം സച്ചിയേട്ടനോട് പറയരുത്, വേറൊരാൾക്ക് കാറ് വാങ്ങാൻ വന്നതാണ്. അങ്ങനെ കള്ളം പറഞ്ഞ് അദ്ദേഹത്തെ നാളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് നേരത്തെ പറഞ്ഞ സച്ചിയേട്ടൻ എന്റെ കാശിന് കാറ് വാങ്ങാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തിന്റെ മനസ്സിന് കാറ് നഷ്ടപ്പെടുത്തിയ വിഷമം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുവാണ് രേവതി. അങ്ങനെ സച്ചിയുടെ ഫ്രണ്ട് കള്ളം പറഞ്ഞ് നാളെ അവനെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നുണ്ട്. ശ്രുതി വീട്ടിലെത്തിയയുടൻ അമ്മയുടെ പേരിൽ ഇപ്പൊ പാർലർ ഇല്ല എന്ന കാര്യം ചന്ദ്രയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് സച്ചി, അപ്പൊ അമ്മയുടെ പേരിൽ ഇപ്പൊ പാർലർ ഇല്ല, ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് ആ ബോർഡ് എടുത്തു മാറ്റിയല്ലേ? അപ്പൊ അമ്മയുടെ പേരിൽ ഇപ്പോ ഉള്ളത് രേവതിയുടെ പൂക്കട മാത്രമാണ്. രേവതി, നീയും വേണമെങ്കിൽ നിന്റെ കട ഫ്രാഞ്ചൈസിക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതൊന്നും വേണ്ടെന്നേ, നമ്മുടെ കടക്ക് എപ്പോഴും അമ്മയുടെ പേര് തന്നെ ഉണ്ടായിരിക്കണം. ആ പേര് ഞാൻ ഒരിക്കലും മാറ്റില്ല. അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ശ്രുതിയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ചന്ദ്ര ശ്രുതിയുടെ റൂമിലേക്ക് വന്ന് കഥകടയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. ആന്റി, ഇക്കാര്യം നേരത്തെ പറയാൻ വന്നതാ. ആന്റിക്ക് ഇതിൽ വിഷമമുണ്ടോ? അങ്ങനെ ശ്രുതി പറയുമ്പോ, നീ എന്താ പറയാൻ പോകുന്നത്? നീ എന്ത് പറഞ്ഞാലും ഞാനത് ചിരിച്ച് കേട്ടോണ്ടിരിക്കുമെന്ന് നീ കരുതിയോടി? ആരോട് ചോദിച്ചിട്ടാ എന്റെ പേര് മാറ്റിയത്? ആ പാർലറ് നീ എങ്ങനെയാ വാങ്ങിയെന്ന് നീ മറന്നുപോയോ? അതിനു മുമ്പ് നീ വീട് തോറും പോയി മസാജ് ചെയ്യുന്ന പണി ചെയ്തോണ്ടിരുന്നവളല്ലേ? എന്റെ വീടിന്റെ പ്രമാണം വെച്ച് കടം വാങ്ങിയ പണം കൊണ്ടാണ് പാർലർ വെച്ചു തന്നത്. എന്നിട്ട് ഒരു വാക്ക് പോലും എന്നോട് പറയാതെ നീ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ചന്ദ്ര പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആന്റി, അത് എനിക്ക് നല്ലൊരു അവസരം വന്നപ്പോ അതുകൊണ്ടാ. അങ്ങനെ ശ്രുതി പറയുമ്പോ, എന്ത് വേണമെങ്കിലും വന്നോട്ടെ, എന്നോട് ചോദിക്കാതെ നീ എന്തിനു ഒറ്റയ്ക്ക് തീരുമാനം എടുത്തു? അത് എന്റെ പ്രമാണം വെച്ച് വാങ്ങിയ കടയാണ്. അതില് എന്റെ പേര് വച്ചത് അഭിമാനത്തോടെ പറഞ്ഞു നടന്നവളാ ഞാൻ. ഇപ്പൊ ഏതോ വേസ്റ്റ് വലിച്ചെറിയുന്നത് പോലെ എന്റെ പേര് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഞാൻ വീടിന്റെ പ്രമാണം തന്നില്ലായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് സ്വന്തമായിട്ട് ഒരു പാർലർ തുടങ്ങാൻ പറ്റുമായിരുന്നോ? അങ്ങനെയൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ആന്റി, ഇപ്പൊ എന്തിനാ ഞങ്ങൾ കിടന്ന് ബഹളം വയ്ക്കുന്നേ? ഞാനല്ലേ വീടിന്റെ പ്രമാണം തിരിച്ചെടുക്കാൻ പണം തന്നത്? അത് വച്ചല്ലേ നിങ്ങൾ കടം വീട്ടിയത് എന്ന് ചോദിച്ച് ശ്രുതിയും ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ, നിന്റെ ശബ്ദം ഉയരാൻ തുടങ്ങിയോ? എപ്പോഴും ഞാൻ ചിരിച്ച് സംസാരിക്കുന്നത് കണ്ട് നീ എന്ത് ചെയ്താലും ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ? ഈ ചന്ദ്രമതി എല്ലാ സമയവും ഒരുപോലെ ഇരിക്കുന്ന ആളല്ല. നിന്റെ അച്ഛൻ വലിയ പണക്കാരനാണെന്ന് കരുതി ഞങ്ങളെന്താ ഇറങ്ങി പോകുമെന്ന് നീ വിചാരിച്ചോ? എനിക്കിഷ്ടമില്ലാത്ത കാര്യം ആര് ചെയ്താലും ശരി, എന്റെ സ്വഭാവം വേറെ ആയിരിക്കും. പണം തിരിച്ചു തന്നെന്ന് നീ പറഞ്ഞല്ലോ. പണയം വെച്ച് അന്നു മുതല് ഞാൻ അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് നീ മറന്നുപോയോടി? അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇല്ല ആന്റി, ഞാനൊന്നും മറന്നിട്ടില്ല. പക്ഷേ ഈ ചെയ്തത് വലിയ തെറ്റൊന്നുമല്ല. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. എടി, തെറ്റില്ലെന്ന് നീ എത്ര ഈസി ആയിട്ടാ പറയുന്നേ? നിനക്ക് വേണ്ടി ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ അനുഭവിച്ചു, ഇനി ഇതൊക്കെ ഈസി ആയെന്ന് പറയുന്നോ? ഇത്രയായിട്ടും നിന്റെ അച്ഛൻ മലേഷ്യന്ന് നിന്നെ കാണാൻ ഇതുവരെ വന്നിട്ടില്ല. വേറെ വല്ല അമ്മായിയമ്മ ആയിരുന്നെങ്കിൽ നിന്നെ ഈ വീട്ടിൽ വച്ചേക്കില്ല. ഞാൻ നിന്നെ സ്വന്തം മകളെ പോലെ കരുതിയപ്പോ നിന്റെ ഇഷ്ടത്തിന് നീ തീരുമാനം എടുക്കുന്നു. എന്നോട് ചോദിക്കണോ വേണ്ടയോ? അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. ചോദിക്കണമായിരുന്നു ആന്റി എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ശ്രുതി. പിന്നെ എന്തുകൊണ്ട് ചോദിച്ചില്ല? നീ പണക്കാരന്റെ വീട്ടിലായിരിക്കും പിറന്നത്. പക്ഷെ ഈ വീട്ടില് നീ ചന്ദ്രമതിയുടെ മരുമകളാണ്. ഇപ്പൊ നീ ചെയ്ത പണിയോണ്ടാണ് ഞാൻ എല്ലാവരുടെ മുന്നിലും അപമാനപ്പെട്ട് നിൽക്കുന്നേ. ആ സച്ചി എന്റെ പേര് പൂക്കടയിൽ വയ്ക്കാനേ കൊള്ളൂന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്തു. ഈ നാണക്കേട് നീ വാങ്ങിത്തന്നതാണ്. നീ ചെയ്ത ഈ തെറ്റ് എന്നെ കൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും നീ എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞ. ഈ ചന്ദ്രമതി ആരാണെന്ന് നീ അറിയും ശ്രുതി. എന്റെ കൺമുന്നിൽ നിന്ന് ഇറങ്ങിപ്പോടി. അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട് ശ്രുതി കരഞ്ഞോണ്ട് പോകുന്നുണ്ട്. ഒരു ചെറിയ സംഭവത്തിന് എന്നെ എന്തൊക്കെ പറഞ്ഞു, ഇനി എന്നെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞ ആന്റി എന്നെ വച്ചേക്കില്ലല്ലോ. അങ്ങനെയൊക്കെ ശ്രുതി മനസ്സിൽ പറയുകയാണ്.